സോഷ്യൽ മീഡിയയിൽ റീൽസ് ഒക്കെ തുറന്നാൽ ഇപ്പോൾ ഈ ക്യൂട്ട് മുത്തശ്ശിമാരെ കൊണ്ട് ഒരു രക്ഷയുമില്ല. പ്രായമൊക്കെ വെറും നമ്പർ മാത്രമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ചില മനുഷ്യർ. 96 വയസ്സുള്ള ഒരു പാട്ടിയുടെ ഡാൻസ് ആണ് ഇപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തിക്കയറി തരംഗമായി കൊണ്ടിരിക്കുന്നത്. ചെന്നൈയിൽ നടന്ന മുതിയൂർ തിരുവഴിയിലെ ആ വൈറൽ ഡാൻസ് നമുക്കൊന്ന് കണ്ടുവരാം. അസ്മ നുസ്രത്ത് ചേരുന്നുണ്ട് തത്സമയം. അസ്മ, പാർട്ടി എന്തായാലും നല്ല വൈബിലാണുള്ളത്, അടിപൊളിയായി തന്നെ ഡാൻസ് കളിക്കുന്നുണ്ട്. ഞാനിത് കാണുമ്പോൾ ഇങ്ങനെ ഓർക്കുകയായിരുന്നു, ഒരുപക്ഷെ അവരുടെ കൗമാര പ്രായത്തിൽ 18കളിലോ 20കളിലോ ഒന്നും അവർക്ക് സ്വപ്നത്തിനൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അവർക്ക് ഇതുപോലെ ഡാൻസ് പൊതുമധ്യത്തിൽ വന്ന് കളിക്കാനൊന്നുള്ളൊരു അവസരം ലഭിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ പ്രായം ഇത്ര കഴിഞ്ഞപ്പോഴും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും മാറ്റിവെക്കേണ്ടതില്ല എന്ന് മനസ്സിലുറച്ച് അടിപൊളിയായി തന്നെ എന്തായാലും ഡാൻസ് വൈബിൽ അങ്ങനെ നിൽക്കുകയാണ് പാർട്ടി. ഇത് എന്നുണ്ടായ സംഭവമാണ്. ഈ രസകരമായ കാഴ്ചയ്ക്ക് എന്തായാലും സോഷ്യൽ മീഡിയയിൽ വലിയ കയ്യടിയാണല്ലേ ഉള്ളത്. അതെ ഹിമ, അതായത് നമ്മൾ സാധാരണയായിട്ട് പറയാറില്ലേ, ഈ ഒരു ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഇൻ്റർനെറ്റ് ബില്ലൊക്കെ പേ ചെയ്യുന്നത്. നമ്മൾ സാധാരണയായിട്ട് നല്ല രസമുള്ള വീഡിയോ കാണുമ്പോൾ ഇതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ബില്ലൊക്കെ പേ ചെയ്യുന്നത് നമ്മൾ സാധാരണയായി പറയാറുണ്ട്. അതായത് ഇന്ന് രാവിലെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം റാൻഡമായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടൊരു വീഡിയോ ആയിരുന്നു ഇത് കണ്ടപ്പോൾ ആ ഒരു മുത്തശ്ശി, സാധാരണ നമ്മളിപ്പോൾ ഒരുപാട് മുത്തശ്ശിമാർ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതൊക്കെ കാണാറുണ്ട്, അത് വൈറലാവാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഈ ഒരു മുത്തശ്ശി ഡാൻസ് കളിക്കുന്നതിന് താഴെ എഴുതിയ ഒരു ക്യാപ്ഷനായിരുന്നു എനിക്ക് ഭയങ്കര രസകരമായി തോന്നിയത്. 96 വയതിനിലെ എന്നാണ് അതിൻ്റെ താഴെ ക്യാപ്ഷനായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി, കൊള്ളാലോ, ഇതെന്താ പരിപാടി നോക്കി. മുത്തശ്ശിയുടെ കഴുത്തിലൊരു ടാഗൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിപാടിയെക്കുറിച്ച് അറിയാൻ വേണ്ടി ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പോഴാണ് കണ്ടത് ഇത് തമിഴ്നാട്ടിൽ ചെന്നൈയിൽ നടന്ന ഒരു മുതിയോർ തിരുവിഴ എന്ന പരിപാടിയിലെ ദൃശ്യമാണെന്ന്. ഇത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഈ മുതിയോർ തിരുവിഴ ചെന്നൈയിൽ ഫെബ്രുവരി 1 മുതൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. അതിൽ പറയുന്നത് ഈ ഓൾഡ് ഏജ് ഹോമിലൊക്കെ, അതായത് വൃദ്ധസദനങ്ങളിലൊക്കെ താമസിക്കുന്ന മുത്തശ്ശിമാരൊക്കെ വന്ന് അവരെല്ലാവരും കൂടെ ഒത്തുചേർന്ന് നടത്തുന്ന അവരുടെ എല്ലാവരുടെയും ഒരു സംഗമം. ആ സംഗമത്തിൽ അവരെ ആദരിക്കുന്നുണ്ട്, അവരുടെ ജീവിതകഥകളും അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു പരിപാടികളുണ്ട്. അതുപോലെ പാട്ടും ഡാൻസും അങ്ങനെയുള്ള എല്ലാ പരിപാടികളും നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പരിപാടിയിലെ ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ മുത്തശ്ശിക്ക് 96 വയസ്സായി. അവരുടെ ചുവടുകൾ കണ്ടാൽ നമുക്ക് പറയാൻ പറ്റുമോ 96 വയസ്സിലാണ് ഇവർ ഇത്രയും ഈസി ആയിട്ടൊക്കെ ഡാൻസ് കളിക്കുന്നത് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷെ ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ട് ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് അവർ ആ ഡാൻസ് കളിക്കുന്നത്. ഒരു സ്റ്റെപ്പ് പോലും തെറ്റുന്നില്ല. അത്രയും സന്തോഷത്തോടു കൂടി ഭയങ്കര രസമായിട്ട് അവർ ഡാൻസ് കളിക്കുന്നുണ്ട്. അതുപോലെ ഇതിൽ താഴെ ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയേണ്ടത്. ഒരൊറ്റ ആളും നെഗറ്റീവ് കമൻറ്റ് പറയുന്നില്ല. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ മുത്തശ്ശിയുടെ ഈ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നു, കഴിവിനെ പുകഴ്ത്തുന്നു. ഇവർ ഈ ഒരു സമയത്ത്, ഹിമ പറഞ്ഞ പോലെ, ഇവർ ഈ സമയത്ത് ഇങ്ങനെയാണെങ്കിൽ ഇവരുടെ കൗമാര കാലഘട്ടത്തിൽ ഇവർ എങ്ങനെയായിരിക്കും ഡാൻസ് കളിച്ചിരുന്നതെന്നൊക്കെയാണ് എല്ലാവരും കമൻ്റായിട്ടൊക്കെ പറയുന്നത്. എന്തായാലും ഈ മുത്തശ്ശി പൊളിച്ചിരിക്കുകയാണ്. ഈ ഒരു ഡാൻസ് സമൂഹ മാധ്യമങ്ങളെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഇവരുടെ സംഘാടകരെയൊക്കെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട്. ഇത്തരം പരിപാടി സംഘടിപ്പിച്ചവരെ അഭിനന്ദിക്കുന്നുണ്ട്. അതുപോലെ ഇനിയും ഇത്തരം പരിപാടികൾ നടത്തണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരുപാട് കമൻറ്റുകളും ഒരുപാട് നല്ല കമൻറ്റുകളൊക്കെ അഭിപ്രായങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞിരിക്കുകയാണ് ഹിമ. തീർച്ചയായും അസ്മ, 96 വയസ്സ് വെറും നമ്പർ മാത്രമാണ് ആ ഒരു പ്രായം എന്ന് പറയുന്നത്. അവരുടെ മനസ്സിൽ ഇപ്പോഴും അവർ യൗവന കാലഘട്ടത്തിലൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാൻസ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും വലിയ കയ്യടിയാണ്. നമുക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതുപോലെയുള്ള പരിപാടികളൊക്കെയാണ് ഇനിയും ഉണ്ടാവേണ്ടത്. അവരുടെ സന്തോഷത്തിനൊപ്പം നമ്മളും സഞ്ചരിക്കണം.